ലഹരിക്കൊരു നിറമുണ്ടെങ്കിൽ അത് ഡാർക്ക് ആയിരിക്കും, അതായത് ഇരുട്ട്. അല്ലെ, ഈ ഭൂമി മൊത്തം ഇപ്പോൾ ഡാർക്കായി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇരുട്ടിനോട് പോരാടുവാൻ ഒരു തീപ്പെട്ടിക്കൊള്ളി ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? രാത്രിയിൽ കാണുന്ന ഒരു മിന്നാമിനിങ്ങിന്റെ ഇത്തിരി പോണ വെട്ടത്തിന്റെ അത്രയും ഉണ്ടാവും, അല്ലെ? പക്ഷേ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെതിരെ പോരാടുവാൻ ഇറങ്ങിയാൽ ഈ ഇരുട്ടിനെതിരെ നമുക്കൊരു തീപ്പന്തമാവാനും അതുവഴി ഇരുട്ടിന്റെ ഒരു കണിക പോലും ഇല്ലാത്തൊരു തീഗോളമായി മാറുവാനും നമുക്ക് കഴിഞ്ഞേക്കാം. ഇതൊക്കെ ചുമ്മാ ഒരു പ്രകസനം എന്ന് ചിന്തിക്കുന്നവരോട് ഈ ഇരുട്ടിന്റെ ആധിപത്യത്തിന്റെ വരവിനെ ഒരു പരിധി വരെയെങ്കിലും ചെറുത്തു നിൽക്കുവാൻ സാധിച്ചേക്കാം. ഈ ഒരു വിപത്ത് ഇന്ന് നമ്മുടെ ചുറ്റിലുമുണ്ട്. ഇങ്ങനെ പോയാൽ വരും തലമുറ ഇത് കാർന്നു തിന്നുക തന്നെ ചെയ്യും. ലഹരി ഉപയോഗിക്കുന്ന ആരോട് ചോദിച്ചാലും വെറുതെ തുടങ്ങാൻ നിൽക്കണ്ട, ഞാനോ പെട്ടു എന്നായിരിക്കും പറയുക. ഒരുപക്ഷെ മനസ്സുകൊണ്ട് ലഹരിയിൽ നിന്നും ഒരു മോചനം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ കൊണ്ട് അത് സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. ഇന്ന് പാലേമാട് വഴി സഞ്ചരിച്ചപ്പോൾ കണ്ടൊരു വേറിട്ട കാഴ്ചയാണ്. പാലേമാട് കേന്ദ്രീകരിച്ച് ഒരു ജനജാഗ്രതാ സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. കൂടെ പോലീസും എക്സൈസും ഒരുവിധം എല്ലാ വകുപ്പുകളുമുണ്ട്. ഈ ജാഗ്രതാ സമിതിയുടെ ആദ്യത്തെ ഒരു കാൽവെപ്പാണ് ഈ മനുഷ്യച്ചങ്ങലയും പ്രതിജ്ഞയും. ആയിരക്കണക്കിന് ആളുകളാണ് അണിചേർന്നത്. ശ്രീ വിവേകാനന്ദ പാലേമാട് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ ഒരു മനുഷ്യച്ചങ്ങലയിൽ അണിനിരുന്നു. ലെറ്റ് us together say no to drugs. Thank you.